നമസ്കാരം. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരത്തിന് പിന്നാലെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയം കടുത്ത അധികാര തർക്കങ്ങളിലേക്ക് വഴിമാറുന്നതായി റിപ്പോർട്ട്. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും പ്രകടമായ ഈ ആഭ്യന്തര കലഹം രാജ്യത്ത് വലിയൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് കളമൊരുങ്ങുകയാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. തീവ്ര നിലപാടുകാർ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ രാജ്യം വൻ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് വിവരം. മുതിർന്ന ഉദ്യോഗസ്ഥർ അമേരിക്കയുമായി രഹസ്യ സമാധാന ചർച്ചകൾ നടത്തുകയാണെന്നാണ് തീവ്ര വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. വഞ്ചന, അട്ടിമറി ശ്രമം, കീഴടങ്ങൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ടെഹ്റാനിൽ ഇപ്പോൾ ഉയരുന്നത്. CNN ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ പോലും ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധ വേദിയായി മാറുകയായിരുന്നു. ടെഹ്റാനിൽ ഖമേനിയുടെ ശവമഞ്ചത്തിന് അരികിലൂടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നടന്നു നീങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന തീവ്ര നിലപാടുകാർ ഒത്തുതീർപ്പുകാരന് മരണമെന്ന മുദ്രാവാക്യം വിളിച്ചു. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടമായി വെടിനിർത്തൽ ചർച്ചകൾ നടത്താനും ഉപരോധങ്ങളിൽ ഭാഗികമായി ഇളവുകൾ നേടിയെടുക്കാനും മുൻകൈയെടുത്ത വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ ഒരു കൂട്ടം വിഭാഗം വഞ്ചകനായ ഒറ്റുകാരനെന്ന് ആക്രോശിച്ചുകൊണ്ട് കല്ലെറിഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന് ശവസംസ്കാര ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. ഖമേനിയുടെ മരണത്തിന് US-നോട് പ്രതികാരം വീട്ടുന്നതിന് പകരം US-മായി കരാറിൽ ഏർപ്പെട്ടതിലൂടെ ഇപ്പോഴത്തെ നേതൃത്വം വിപ്ലവ പാരമ്പര്യത്തെ ഒറ്റിക്കൊടുത്തു എന്നാണ് തീവ്ര വിഭാഗത്തിന്റെ ആക്ഷേപം. ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി മകൻ മൊജ്തബ ഖമേനി ചുമതലയേറ്റെങ്കിലും അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. പരമാധികാരിയുടെ ഈ നിഗൂഢ മൗനം ഭരണത്തിൽ മറ്റാരോ പിടിമുറുക്കുന്നു എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും കാരണമായി. പുതിയ ലീഡറുടെ നിർദ്ദേശങ്ങൾ മറികടന്ന് പ്രസിഡന്റ് പെസഷ്കിയാൻ, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കലീബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവർ ചേർന്ന് അണിയറയിൽ ഭരണം നയിക്കുകയാണെന്നാണ് തീവ്ര നിലപാടുകാർ ആരോപിക്കുന്നത്. മൊജ്തബയുടെ അസാന്നിധ്യം കാലിബാഫും കൂട്ടാളികളും മുതലെടുക്കുകയാണെന്നും ഇവർ മൊജ്തബയ്ക്കെതിരെ ഒരു അട്ടിമറിക്ക് പദ്ധതിയിടുകയാണെന്നുമാണ് ഉയർന്ന ആക്ഷേപമെന്ന് ഇറാൻ വിദഗ്ധൻ അരഷ് അസിസി വ്യക്തമാക്കി. സുരക്ഷാ വിഭാഗങ്ങളുമായി ബന്ധമുള്ള മതവിശ്വാസിയായ ഗായകൻ മുഹമ്മദ് അലി ബക്ഷി പൊതുചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് നൽകിയ ഒരു മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ പ്രസിഡന്റ്, നേതാവിന്റെ നിബന്ധനകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങളും ഞങ്ങളുടെ വാളും നിങ്ങളുടെ കഴുത്തും തമ്മിലായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് നരകം കാണിച്ചു തരും എന്നായിരുന്നു മുന്നറിയിപ്പ്. ഭരണകൂടത്തിനെതിരെ തീവ്ര നിലപാടുള്ള പാർലമെന്റ് അംഗങ്ങൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നുവെന്നുമാണ് വിവരം. ഇറാൻ ജനതയ്ക്ക് ഒരു മുന്നറിയിപ്പ്: ഒരു രാഷ്ട്രീയ അട്ടിമറി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ എന്ന്. ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിന് ദിവസങ്ങൾക്ക് മുമ്പ് തീവ്ര നിലപാടുള്ള പാർലമെന്റ് അംഗം മഹൂബ് നബാവിയൻ എക്സിൽ കുറിച്ചിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹം തന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കി. പരമ്പരാഗത അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അധികാരം മാറ്റാൻ നേതൃത്വം ശ്രമിക്കുകയാണെന്ന് മറ്റൊരു പാർലമെന്റ് അംഗമായ കാമ്രാൻ ഗസൻഫാരി ആരോപിച്ചു. അതിനിടെ അമേരിക്കയുമായിട്ടുള്ള ഇറാന്റെ വെടിനിർത്തൽ കരാർ തകർച്ചയുടെ വക്കിലാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് അമേരിക്ക തിരിച്ചടി നൽകിയതാണ് കാര്യങ്ങൾ വഷളാക്കിയത്. അമേരിക്കൻ സൈന്യത്തിന് നേരെ നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കണമെന്നും 100 US സൈനികരെയെങ്കിലും പിടിച്ച് ഇറാനിലേക്ക് കൊണ്ടുവരണമെന്നും മുൻ ഇറാൻ വിദേശകാര്യമന്ത്രി മനോജ് ചെഹർ മൊട്ടാഗി ആവശ്യപ്പെട്ടിരുന്നു. ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന തീവ്ര രാഷ്ട്രീയ ചേരിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇറാന്റെ നിലവിലെ നേതൃത്വം ബോധപൂർവമായി ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായി കടുത്ത അമേരിക്കൻ വിരുദ്ധനും MPയുമായ മഹ്മൂദ് നബാവിയെ പാർലമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷനിൽ നിന്ന് നീക്കം ചെയ്തു. ആഭ്യന്തര കലഹം രൂക്ഷമാണെങ്കിലും ഉപരോധങ്ങളിൽ ഇളവ് ഉറപ്പാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര സംഘർഷം അവസാനിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് നിലവിലെ ഇറാൻ ഔദ്യോഗിക നേതൃത്വം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഖമേനിയുടെ അസാന്നിധ്യം തങ്ങൾക്ക് അനുകൂലമാക്കി യുദ്ധം തുടരാനാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെയും തീവ്ര വിഭാഗത്തിന്റെയും നീക്കം.